യെസ് മക്കൾ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 20 ഏതാന്ന് നോക്കാം. ശ്രദ്ധിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 20. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. വൺ ഡൈ ഹാസ് 2 faces മാർക്ക്ഡ് 1, 2 faces മാർക്ക്ഡ് 2, 1 face മാർക്ക്ഡ് 3 ആൻഡ് 1 face മാർക്ക്ഡ് 4. അത്രയും പറഞ്ഞതിന് ശേഷം അനദർ ഡൈ ഹാസ് 1 face മാർക്ക്ഡ് 1, 2 faces മാർക്ക്ഡ് 2, 2 faces മാർക്ക്ഡ് 3 ആൻഡ് 1 face മാർക്ക്ഡ് 4. The probability of getting the sum of the numbers to be 4 or 5 when both the dice are thrown together is. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതെന്ത് എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ബേസിക്കലി പ്രോബബിലിറ്റിയുടെ ബേസിക് നോളജ് വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. അതായത് വലിയ ഡെപ്ത് തിയറിയോ കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ ഇത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ നിലവാരം നോക്കുകയാണെങ്കിൽ ഇതൊരു ആവറേജ് ലെവലിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡൈസാണല്ലോ ഉള്ളത് അല്ലേ. അപ്പോൾ ഞാനതിനെ ഫസ്റ്റ് ഡൈനെ ഞാൻ D1 എന്നെടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഡൈന് D1 ആണ്. സെക്കൻഡ് ഡൈന് ഞാൻ D2 എന്നെടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് നേരെ ചെയ്തു പോയാലും മതി. ഇവിടെ ഡൈ 1 നമുക്ക് 6 faces ഉണ്ട്. അതിൽ 2 facesൽ 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ 1 2 പ്രാവശ്യം എഴുതി, കാരണം 2 facesൽ 1 ഉള്ളതുകൊണ്ട് 1 2 പ്രാവശ്യം എഴുതി. ഇനി അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2 faces മാർക്ക്ഡ് 2. അപ്പം 2 faceൽ 2 ഉണ്ട്, അപ്പോൾ ഞാൻ 2 2 എഴുതി. 1 face മാർക്ക്ഡ് 4, അനദർ പിന്നെ പറഞ്ഞിരിക്കുന്ന നോക്കിയേ. അപ്പം 2 faceൽ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്, 2 faceൽ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്, 1 faceൽ മാർക്ക് 3 ഉണ്ട് അല്ലേ. ഓക്കെ, അവിടെ 3 മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഫേസ് ഉണ്ട്, അതുപോലെ 4 മാർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു ഫേസ് ഉണ്ട്. ഓക്കെ അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കടാ, 1 ഫേസ് 2 ഫേസ് 3 ഫേസ് 4 ഫേസ് 5 ഫേസ് 6 ഫേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫേസിലുമുള്ള ഈ നമ്പേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഫേസിൽ 1 ഉണ്ട്, 2 ഫേസിൽ 2 ഉണ്ട്, ഒരു ഫേസിൽ 3 ഉണ്ട്, മറ്റൊരു ഫേസിൽ ഒരു 4 ഉണ്ട്. ഓക്കെ, അത് ഡൈ 1ൻ്റെ കേസാണ്. ഡൈ 2ലേക്ക് വരുമ്പോൾ നോക്കുക. അനദർ ഡൈ ഹാസ് 1 face മാർക്ക്ഡ് 1. അപ്പോൾ അവിടെ ഒരു ഫേസിൽ 1 face മാർക്ക്ഡ് 1, 2 faces മാർക്ക്ഡ് 2. അപ്പോൾ 2 2 ഫേസിലുണ്ട്, അപ്പോൾ ഞാൻ 2 പ്രാവശ്യം 2 എഴുതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് 2 faces മാർക്ക്ഡ് 3, അപ്പോൾ 3 2 ഫേസിലുണ്ട്, അത് മാർക്ക് ചെയ്തു. 1 face മാർക്ക്ഡ് 4, അപ്പോൾ ഒരു ഫേസിൽ 4 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇതൊരു ഫേസ് 2 ഫേസ് 3 ഫേസ് 4 ഫേസ് 5 ഫേസ് 6 ഫേസ്, ഇപ്പോൾ 6 ഫേസ് ഒക്കുപ്പൈ ചെയ്തു. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. ഇപ്പോൾ ഈ 2 ഡൈസ് ത്രോ ചെയ്യാണ്. 2 ഡൈസ് ഒരേ സമയം ത്രോ ചെയ്യുമ്പോൾ 2 ഫേസിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന നമ്പറുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ 4 കിട്ടണം അല്ലെങ്കിൽ 5 കിട്ടണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 1 ഡൈ ഫസ്റ്റ് ഡൈ സെക്കൻഡ് ഡൈ, അപ്പോൾ ഫസ്റ്റ് ഡൈയിൽ ഇപ്പോൾ 1 വന്നു, അപ്പോൾ സെക്കൻഡ് ഡൈയിൽ എന്ത് വരണം? 3 വരണം. അപ്പോഴാണ് സമ്മ് 4 കിട്ടുക. അപ്പോൾ നമ്മൾ സമ്മ് 4ൻ്റെ മാത്രം അത് എടുക്കുകയാണ്, അതിനുശേഷം സമ്മ് 5ൻ്റെ എടുക്കുക. അപ്പോൾ സമ്മ് 4 കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ആദ്യത്തെ ഡൈയിൽ 1 വന്നു, അപ്പോൾ രണ്ടാമത്തേൽ 3 വരണം. ഓക്കെ, 1 3 എന്നുള്ളൊരു പോസിബിലിറ്റി. അപ്പോൾ സമ്മ് 4 കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം 4 കിട്ടുന്നതൊക്കെ എഴുതാണ്. ഇനി 1 വെച്ചിട്ട് വേറൊന്നും പറയാൻ പറ്റില്ല. 2 വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തേൽ 2. ഇനി 1 3 പറയുമ്പോൾ നിങ്ങൾക്ക് 3 1 പറയാം കേട്ടോ, കാരണം ആദ്യത്തേൽ 3യും രണ്ടാമത്തേൽ 1 അങ്ങനെയും വരാം. 2 2 നമുക്ക് തിരിച്ച് പറയേണ്ട കാര്യമില്ല, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ 3 1. അപ്പോൾ 4 കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ. ഇനി നമുക്ക് 5ൻ്റെ കേസ് പറയുമ്പോൾ സമ്മ് 5 വരണം. അപ്പോൾ ഒന്നാമത്തിൽ 1ഉം രണ്ടാമത്തിൽ 4ഉം വന്നാൽ 5 ആയി. 1 4 എഴുതുമ്പോൾ തീർച്ചയായിട്ടും 4 1 പറയണം തിരിച്ച്, അതായത് ആദ്യത്തെ ഡൈയിൽ 4ഉം രണ്ടാമത്തെ ഡൈയിൽ 1ഉം അങ്ങനെയും സംഭവിക്കാം. ആദ്യത്തിൽ 1 രണ്ടാമത്തിൽ 4, അല്ലെങ്കിൽ ആദ്യത്തിൽ 4 രണ്ടാമത്തിൽ 1, ഈ 2 പോസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി 5 കിട്ടാൻ സാധ്യതയുള്ളത് ആദ്യത്തിൽ 2 രണ്ടാമത്തിൽ 3. ഇപ്പോൾ നിങ്ങൾ ഈ നമ്പറുകളൊക്കെ എഴുതുമ്പോൾ ഈ ഡൈസിൻ്റെ ഫേസിലുള്ള നമ്പറാണെന്നും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ചുമ്മാ 5 കിട്ടുന്ന നമ്പറുകൾ അങ്ങ് എഴുതി പോരുത്. അത് ചില സമയത്ത് ചില സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉണ്ടാവും. കൃത്യമായിട്ട് ഡൈസിലുള്ള നമ്പർ എന്നല്ലേ നമ്മൾ എഴുതുന്നതും കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 ഫസ്റ്റ് ഡേയിലുണ്ട്, 3 സെക്കൻഡ് ഡേയ്സിലുണ്ട്. സോ 2 3 പോസിബിളാണ്. 2 3 പറയുമ്പോൾ നമുക്ക് 3 2 പറയാം, കാരണം 3 ഫസ്റ്റ് ഡേയ്സിലുണ്ട്, സെക്കൻഡ് ഡേയിൽ എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് 5 കിട്ടുന്ന വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് എത്ര ഉണ്ടെന്ന് വെറുതെ നോക്കുക. എത്ര ഓർഡേഡ് പേരുകളുണ്ട്? 1 2 3 4 5 6 7 ഓർഡേഡ് പേരുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഇത് 7 എണ്ണി നോക്കുന്ന വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രോബിലിറ്റി എഴുതുമ്പോൾ ആ 7 ടേംസുകൾ വരുന്നുണ്ടോ എന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഞാൻ ഇതിൻ്റെ റിക്വയർഡ് പ്രോബിലിറ്റി എഴുതാണ്. അപ്പോൾ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഡേയിൽ എന്തുണ്ട്, 1 2 പ്രാവശ്യം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 1 2 പ്രാവശ്യം ആയതുകൊണ്ട് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/6 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഡേയിൽ 2 ഫേസിൽ 1 ഉണ്ടല്ലോ. അപ്പോൾ ആ 2 ഫേസിലുള്ള ഏതെങ്കിലും ഒരു ഫേസിൽ 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2/6 ആണ്. ഇവിടെ എന്താണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 എന്ന് പറയുന്നത്, അതും 2/6 ആണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. കാരണം ഒരു ഡൈസിൽ 6 ഫേസ് ഉണ്ട്, അതിൽ ഒറ്റ ഫേസിലേ 3 ഉള്ളൂ. അപ്പോൾ 1/6 ആണ് പ്രോബിലിറ്റി. ഇവിടെയും 1/6 ആണ് പ്രോബിലിറ്റി. ഓക്കെ, ഇവിടെ ഞാൻ നേരെ പ്രോബിലിറ്റി എഴുതുന്നുള്ളൂ, P(1) എന്ന് എഴുതുന്നില്ല. പ്രോബിലിറ്റി 1/6 ആണ്. ഇവിടെ പ്രോബിലിറ്റി 2/6 ആണ്. ഇവിടെ പ്രോബിലിറ്റി 2/6 ആണ്. ഇവിടെ പ്രോബിലിറ്റി 1/6 ആണ്. ഇനി മക്കളെ, നമ്മൾ ആദ്യത്തെ പെയറിൻ്റെ പ്രോബിലിറ്റി എഴുതാണ്. ഒന്നുകിൽ ഇങ്ങനെ സംഭവിക്കാം, നമുക്ക് ഒന്നുകിൽ സമ്മ് 4 കിട്ടണം, അല്ലെങ്കിൽ 5 കിട്ടണം. ഇനി 4 കിട്ടുക എന്നുള്ളത് തന്നെ ഏതൊക്കെ രീതിയിൽ സംഭവിക്കാം, 1 3 എന്നുള്ള രീതിയിൽ സംഭവിക്കാം, ഓർ 2 2 എന്നുള്ള രീതിയിൽ സംഭവിക്കാം, അല്ലെങ്കിൽ 3 1 എന്നുള്ള രീതിയിൽ സംഭവിക്കാം. അപ്പോൾ ലോജിക്കലി നിങ്ങൾ ഓർ എന്നുള്ള കണക്റ്റീവാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യു മസ്റ്റ് ഹാവ് ടു ആഡ് എവരിത്തിങ് അല്ലേ. അപ്പോൾ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ പെയർ 1 3ൻ്റെ കാര്യം പറയാണ്. അപ്പോൾ 1 3 എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഗെറ്റിംഗ് 1 ആൻഡ് ദെൻ പ്രോബിലിറ്റി ഗെറ്റിംഗ് 3 ആണ്. പ്രോബിലിറ്റി ഗെറ്റിംഗ് 1 എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുക, ഡൈ 1ലാണ് കേട്ടോ. ഈ ആദ്യത്തെ 1 ഓർഡേഡ് പെയർ പറയുമ്പോൾ ആദ്യത്തെ നമ്പർ ഡൈ 1നെയും രണ്ടാമത്തെ നമ്പർ ഡൈ 2നെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 1 3 എന്നുള്ള പെയർ നമ്മൾ എടുക്കുമ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡൈസിൽ നിന്ന് 1 വന്ന പ്രോബിലിറ്റിയാണ്. ഇനി 3 എന്ന് പറയുന്നത് സെക്കൻഡ് ഡൈസിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുമ്പോൾ എന്താ വരിക, ആൻസർ 2/6 ആണ്. ഈ 3 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഡൈസിൽ 3 എന്ന് പറയുമ്പോൾ എന്താണ്, 2/6 ആണ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഫസ്റ്റ് ഡൈസിൽ നിന്നും അപ്പിയർ ചെയ്യുന്നതും രണ്ടാമത്തെ എലമെൻറ്റ് സെക്കൻഡ് ഡൈയിൽ നിന്നും അപ്പിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ഡൈയിൽ നിന്ന് കിട്ടുന്ന നമ്പറിൻ്റെ പ്രോബിലിറ്റി ഇൻറ്റു രണ്ടാമത്തെ ഡൈയിൽ നിന്ന് കിട്ടുന്ന നമ്പറിൻ്റെ പ്രോബിലിറ്റിയാണ്. കാരണം രണ്ടും സംഭവിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ സമ്മ് 4 കിട്ടുള്ളൂ. ഒരു ഡൈയിൽ മാത്രം നമ്പർ ഷോ ചെയ്തിട്ട് കാര്യമില്ല, 2 ഡൈയിലും അപ്പിയർ ചെയ്യണം. അപ്പോൾ ഞാൻ 1 3 എന്ന് പറയുന്ന ആദ്യത്തെ പെയറിൻ്റെ കേസ് പറയുമ്പോൾ 1 ഇവിടെ നിന്ന് വരുന്നതാണ്, ഫസ്റ്റ് ഡൈയിൽ നിന്ന് അപ്പിയർ ചെയ്യുന്നതാണ്. അപ്പോൾ 1 ഫസ്റ്റ് ഡൈയിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2/6 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ 2/6 ഇവിടെ എഴുതാം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അടുത്തത് 3 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡൈയിൽ നിന്നും 3 കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. അതവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതും 2/6 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. കാരണം ഇത് രണ്ടും സംഭവിച്ചാലേ നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ, അതായത് സമ്മ് 4 കിട്ടുള്ളൂ. ഇനി ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, മറ്റൊരു രീതി സംഭവിക്കാം. ആ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി കാണിക്കാൻ ശ്രദ്ധിച്ചോ. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതാണ്, 2 2 എന്ന് പറയുന്ന നമ്പർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ആദ്യത്തെ 2 ഫസ്റ്റ് ഡേയിലെ 2 ആണ്, രണ്ടാമത്തെ 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡേയിലെ 2 ആണ്. അപ്പോൾ ഇത് മാറിപ്പോരുത്, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 2/6 ആണ്, ഇൻറ്റു രണ്ടാമത്തെ ഡേയിൽ നിന്ന് 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 2/6 ആണ്. ഓർ ഇനി അടുത്തൊരു പോസിബിലിറ്റി നോക്കൂ, 3 1 എന്നുള്ള മൂന്നാമത്തെ പെയർ ഞാൻ എടുക്കുകയാണ്. 3 1 3 ആദ്യത്തെ ഡേയിൽ നിന്ന് കിട്ടുന്നതാണ്, അതിൻ്റെ പ്രോബിലിറ്റി 1/6. 1 രണ്ടാമത്തെ ഡേയിൽ നിന്ന് കിട്ടുന്നതാണ്, അതിൻ്റെ പ്രോബിലിറ്റി 1/6. ഓർ അപ്പോൾ നമ്മൾ ഈ 4 എന്ന് പറയുന്ന സമ്മിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഇതല്ലെങ്കിൽ 5 കിട്ടണം. 5 കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ പെയർ 1 4 ആണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പെയർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് 1 4 ആണ്. ഈ 1 ആദ്യത്തെ ഡേയിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഡേയിൽ നിന്ന് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 2/6 ആണ്, ഇൻറ്റു 4 രണ്ടാമത്തെ ഡേയിൽ നിന്നാണ്, അത് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്. ഓർ ഇനി 5 എന്ന് പറയുന്നത് കിട്ടുന്നത് 4 1ലൂടെയാണ്. 4,1 ആദ്യത്തെ ഡേയിൽ നിന്ന് 4, രണ്ടാമത്തെ ഡേയിൽ നിന്ന് 1 ആണ്. ആദ്യത്തെ ഡേയിൽ നിന്ന് 4 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്. രണ്ടാമത്തെ ഡേയിൽ നിന്ന് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 1/6 ആണ്. ഓർ ഇനി ഞാൻ 4 1 കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തത് 2 3 ആണ് പറയാൻ പോകുന്നത്. 2 3 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡേയിൽ നിന്ന് 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 2/6 ആണ്. അപ്പോൾ ഞാനത് ഇവിടെ എഴുതാം, 2/6 ഇൻറ്റു ഇനി നോക്കടാ, രണ്ടാമത്തെ ഡേയിൽ നിന്ന് 3 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/6 ആണ് അല്ലേ. ഓർ ഇനി ഫൈനലി 3 2 ആണ് നമ്മൾ എഴുതുന്നത്. 3 എന്ന് പറയുന്ന ആദ്യത്തെ ഡേയിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ എഴുതുക, അത് 1/6 ആണ്, ഇൻറ്റു 2 രണ്ടാമത്തെ ഡേയിൽ നിന്നാണ്, അത് 2/6 ആണ്. മക്കളെ ഇതാണ് ആൻസർ. ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഡിനോമിനേറ്ററിൽ നമുക്കൊക്കെ 6 ഉണ്ട് അല്ലേ. 6 × 6 36 ആണ് അല്ലേ. അപ്പോൾ എല്ലാ സ്ഥലത്തും 6 × 6 ഉണ്ട്. അപ്പോൾ ഈ 2/6 ഞാൻ 1/3 എന്ന് എഴുതാത്ത എന്താണെന്ന് മനസ്സിലായോ? 1/3 എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈസി ആയിട്ട് 36 LCM എഴുതാൻ കഴിയും. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 2 × 2 4 ആണ് ആദ്യം വരിക അല്ലേ. പ്ലസ് 2 × 2 അടുത്തതും 4 ആണ്, പ്ലസ് 1 × 1 1 ആണ്. അടുത്തത് 2 × 1 2 എഴുതി, 1 × 1 1 എഴുതി, 2 × 2 4 എഴുതി, 1 × 2 2 എഴുതി. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 2 6 7 9 10
10 18 കിട്ടും അല്ലേ. 18/36 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. സോ 18/36 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ 1/2 ആണ് ആൻസർ വരിക. 1/2 എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് വരിക. ശരിയല്ലടാ? യെസ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുറച്ച് സമയം എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 2 മിനിറ്റിനുള്ളിലൊക്കെ 2-2.5 മിനിറ്റിനകത്ത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം.